വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പോൾ ഇന്ന് ബിഗ് ബോസിൻ്റെ റിവ്യൂ തന്നെയാണ്. അപ്പോൾ അതിനു മുമ്പ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്നലെ 3 ടാസ്ക്കാണ് നടന്നത് ടിക്കറ്റ് ടു ഫിനാലിലേക്ക്. പക്ഷേങ്കിൽ ബിഗ് ബോസിൻ്റെ ചതി ഇപ്പോഴാണ് പ്രേക്ഷകർക്കും തിരിഞ്ഞിട്ടുണ്ടാവും. ലൈവ് കണ്ടവർക്കാണ് കൂടുതൽ. ലൈവ് കണ്ടിട്ട് എപ്പിസോഡ് കാണുന്നവർക്ക് ഇതിൻ്റെ പറ്റി കാര്യമായിട്ട് തിരിയുന്നുണ്ടാവും. പക്ഷേങ്കിൽ ബിഗ് ബോസ് കാണിച്ചത് ശുദ്ധ ചെറ്റത്തരാണെന്നും പച്ച മലയാളത്തിൽ വേണ്ടിയിട്ട് പറയാം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ 3 ടാസ്ക്കാണ് നടന്നത്. ഒന്ന് ചാഞ്ചാട്ടം ടാസ്ക്കാണ്. അത് ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അതിലുണ്ട് കേട്ടോ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. രണ്ടാമത്തേത് കൈത്താങ്ങാണ്. മൂന്നാമത്തേത് പൂച്ചക്കാരുമണി കെട്ടും. അപ്പോൾ ചാഞ്ചാട്ടം ടാസ്കിൽ ജയിച്ചത് ജിൻഡോ ആണ്. കാരണം എല്ലാവരും വെച്ചിരുന്നു രണ്ട് സെക്ഷനായിട്ട് കട്ട വെക്കുന്നുണ്ട്. ആ 2 സെക്ഷനിൽ ആയിട്ടുള്ള കട്ടകൾ 4 കട്ടകളെ വെക്കുക. അങ്ങനെ ജിൻഡോ ആണ് അത് എന്താ പറയണ്ടേ, ബസറടിക്കുന്ന സമയം വരെ ആ കട്ടകൾ വീഴാണ്ട് 4 ഹോൾഡ് ചെയ്ത് വെച്ചത്. അപ്പോൾ പിന്നെയുള്ളത് കൈത്താങ്ങിൽ 12 കട്ടകൾ ഇങ്ങനെ വെച്ചിട്ട് അതിങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കലാണ്. അപ്പോൾ ഈ രീതിയിൽ ഹോൾഡ് ചെയ്ത് പിടിക്കലാണ് വേണ്ടത്. അപ്പോൾ എല്ലാവർക്കും കട്ടകൾ വെക്കാൻ കഴിയുന്നുണ്ട്, പക്ഷേ അത് ഹോൾഡ് ചെയ്ത് ബസറടിക്കുന്നവരെ പിടിക്കാനാണ് എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടായത്. പക്ഷേങ്കിൽ ജിൻഡോ അടിപൊളിയായിട്ട് കളിച്ചു. ഈ 2 ടാസ്കിലും വിജയിച്ചത് ജിൻഡോ ആണ്. പക്ഷേ ആ 2 ടാസ്കും എപ്പിസോഡിൽ കാണിച്ചിട്ടില്ല. ലൈവ് കണ്ടവർക്കറിയാം ഇങ്ങനെയൊരു ടാസ്ക് നടന്നിട്ടുണ്ട്. ജിൻഡോ അതിൻ്റെ പ്രകടനം അത്ര ഇതായിരുന്നു. കാരണം ഭയങ്കര ആകാംക്ഷയുള്ളായിരുന്നു. ആ ചാഞ്ചാട്ടം ടാസ്കെല്ലാം നമ്മളിപ്പോൾ ആകാംക്ഷയോടെ ഇരുന്ന് കാണും. അങ്ങനെ ഒന്ന് അനങ്ങിയാൽ അതൊന്ന് വീണു പോകും. അങ്ങനെയുള്ള ഒരു ടാസ്ക്കാണ്. അപ്പോൾ അതെല്ലാം കൂടുതൽ ആകാംക്ഷയുള്ള ടാസ്ക്കായിരുന്നു. ബാലൻസിങ് നന്നായിട്ട് വേണ്ടുന്ന ടാസ്ക്കായിരുന്നു. ബാക്കി എല്ലാവരും കട്ടകൾ വെച്ച് അനങ്ങാണ്ട് നിൽക്കുമ്പോൾ ജിൻഡോ കട്ടകൾ വെച്ച് നനങ്ങിയും ചെരിഞ്ഞും എല്ലാം കളിക്കുന്നുണ്ട്. എന്നിട്ടും ആ കട്ടകളൊന്നും വീഴാണ്ട് ഹോൾഡ് ചെയ്ത് പിടിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും എപ്പിസോഡിൽ കാണിച്ചില്ല. അപ്പോൾ പിന്നെ പൂച്ചക്കാര് മണികെട്ടുന്നുള്ള ടാസ്കിൽ ശ്രീതു ആണ് വിജയിക്കുന്നത്. അത് വലിയ പൂച്ചക്കാർ മണികെട്ടുന്ന എന്ന ടാസ്ക് വലിയ അങ്ങോട്ട് ഇതായ ടാസ്ക് ഒന്നും ആയിരുന്നില്ല. എന്താ പറയുക, പൂച്ചക്ക് മണി കെട്ടിയാൽ മാത്രം പോരാ, അതൊരു ടങ് ട്വിസ്റ്റർ പറയുന്നുണ്ട്. അതൊന്ന് ബിഗ് ബോസ് പറയുന്ന ആ ടങ് ട്വിസ്റ്റർ തെറ്റാതെ പറയാവും വേണം. അപ്പോൾ ശ്രീതു ആണ് പൂച്ചക്ക് മണി കെട്ടിയത്. എന്നിട്ട് ആ മണിയെല്ലാം കിട്ടിയത് ടങ് ട്വിസ്റ്റർ തെറ്റാണ്ട് പറയണ്ടേ. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ടങ് ട്വിസ്റ്റർ കേട്ടിട്ടില്ല. എന്നാൽ അരുതരുത് കുതിര, എന്നാൽ അതിരിലുള്ള മുതിര കഴിക്കാൻ മുതിരരുത് കുതിര, അങ്ങനെ എന്തോ ആയിരുന്നു. കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. ശ്രീതു ഋഷി നല്ല രീതിയിൽ പെർഫോം ചെയ്തിരുന്നു. പക്ഷേ ശ്രീതു ആണ് അതിലെ വിന്നർ. ശ്രീതുവിനാണ് 3 പോയിന്റ് കിട്ടുന്നത്. പിന്നെ എല്ലാവരും കൂടുതൽ ആകാംക്ഷയോടെ കാത്തുന്നത് ശ്രീതു പറയുന്നത് കേൾക്കാൻ തന്നെയാണ്. കാരണം മലയാളം അത്ര കറക്റ്റായിട്ട് അറിയാത്തൊരു ശ്രീതു ഈ മലയാളം വേർഡ്സ് ഇങ്ങനെ പറയുമോ എന്നറിയാൻ വേണ്ടിയിട്ടായിരുന്നു എല്ലാവരും വെയിറ്റ് ചെയ്തത്. പക്ഷേ ശ്രീതു പറഞ്ഞിരുന്നു. പക്ഷേ ബാക്കിയുള്ള 2 ടാസ്കുകൾ അത്ര ടഫായിരുന്നില്ല ഈ ടാസ്ക്. പക്ഷേ എങ്കിലും ഈ ഒരു ടാസ്ക് മാത്രമേ എപ്പിസോഡിൽ ശരിക്കും കാണിച്ചിട്ടുള്ളൂ. പിന്നെയുള്ള 2 ടാസ്കുകളും കാണിച്ചത് BB+ലാണ്. അതായത് ഒരു അരമണിക്കൂറിന് ശേഷം കാണിക്കുന്ന ഒരു ഇതുണ്ടല്ലോ, BB+, അതിലാണ് കാണിച്ചത്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ ഏകദേശം നമുക്ക് ബിഗ് ബോസിൻ്റെ ചതികൾ മനസ്സിലാകും. കാരണം ഇപ്പോൾ അധികം ശ്രീതുവിനെ പ്രൊമോട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് കൂടുതലായിട്ട് കാണിക്കുന്നത്. അപ്പോൾ ജിൻഡോനെ ഒന്ന് അടിച്ചു താഴ്ത്താനുള്ളൊരു ശ്രമം ബിഗ് ബോസിൽ നടക്കുന്നുണ്ട്. പല കാര്യങ്ങളിലും ജിൻഡോനെ അടിച്ചു താഴ്ത്തും. അങ്ങനെ കണ്ടസ്റ്റൻസ് തമ്മിൽ ജിൻഡോനെ ഒന്ന് താഴ്ത്താൻ വേണ്ടിയിട്ട് പല കളികളും കണ്ടസ്റ്റൻസും കളിക്കുന്നുണ്ട്. അത് കണ്ടസ്റ്റൻസിനോട് ബിഗ് ബോസ് അറിയിച്ചിട്ട് ചെയ്യുന്നതാണോ എന്ന് കൂടെ സംശയം ഉണ്ട്. അഖിൽമാരാർ പണ്ട് പറഞ്ഞു എന്നെ തകർക്കാൻ പല രീതിയിലും കണ്ടസ്റ്റൻസിനെ വെച്ചിട്ടായാലും കഴിഞ്ഞ കൊല്ലം ബിഗ് ബോസ് നോക്കിയെന്നുള്ളൊരു ഇത് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ജിൻഡോ ആണ് ഇപ്പം വോട്ടിംഗ് ലെവലിലും ഫാൻസ് ലെവലിലും ഒക്കെ എല്ലാത്തിലും ജിൻഡോ ആണ് കുറച്ചൊരു പ്ലെയർ എന്നുള്ള ഇതിൽ ജനങ്ങളുടെ മുമ്പിലുള്ളത്. ബാക്കി എല്ലാവരും അത്ര പോരാന്നുള്ള ഇതിലാണ് ഉള്ളത്. പിന്നെ അഭിഷേക് ഓക്കെയാണ് കേട്ടോ, അഭിഷേക് നല്ലൊരു പ്ലെയറാണ്. അപ്പോൾ ജിൻഡോനെ ഒന്ന് തടിച്ച് തകർത്തിയിട്ട് ഇവരൊരു പ്ലാൻ ചെയ്ത ആൾക്കാരുണ്ടല്ലോ, ശ്രീതു, കാരണം ഏഷ്യാനെറ്റിൻ്റെ പ്രൊഡക്റ്റ് തന്നെയാണ് ശ്രീതു ഒക്കെ. അപ്പോൾ അവരെല്ലാം ഒന്ന് മുന്നോട്ട് കയറ്റാൻ വേണ്ടിയിട്ടുള്ളൊരു കളികൾ ആ ബിഗ് ബോസിൽ നടക്കുന്നുണ്ടെന്നുള്ളതിന് തെളിവാണിത് കേട്ടോ. കാരണം ഇന്നലത്തെ ടാസ്കിൽ ജിൻഡോ ജയിച്ചത് പുറത്ത് വന്നാൽ ജിൻഡോനുള്ള ഫാൻസ് പവർ പിന്നെയും കൂടും. അപ്പോൾ ലൈവ് കാണാണ്ട് ചാനലിലെ എപ്പിസോഡ് മാത്രം കാണുന്നവർ എന്താ പറയുക, ജിൻഡോ അതിന് എല്ലാത്തിലും ബാക്കോട്ടാന്ന് അറിയുമ്പോൾ അവർക്കൊരു വോട്ട് ചെയ്യാനുള്ളൊരു ഇതും കുറയില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ബിഗ് ബോസ് കളിക്കുന്നതെങ്കിൽ ഇതൊരു ചെറ്റത്തരാണ് ബിഗ് ബോസ്. കാരണം ജനങ്ങളെ വോട്ട് വെച്ച് ജനങ്ങൾ ജയിപ്പിച്ച് വിടുന്നതാണെങ്കിൽ ആത്മാർത്ഥമായിട്ട് എഡിറ്റ് ചെയ്തിടുന്നതാണ് നല്ലത്. ജിൻഡോ നല്ല രീതിയിൽ കളിച്ചിരുന്നു, പക്ഷെ അത് എവിടെയും കാണിച്ചിട്ടില്ല. പക്ഷേ എപ്പിസോഡിൽ എവിടെയും ഉണ്ടായിട്ടില്ല. പക്ഷേങ്കിൽ ഇങ്ങനെയൊന്നും നോക്കിയാലാവില്ല. സോഷ്യൽ മീഡിയാസുള്ള ഇതിലൊന്നും
ഉള്ളതുകൊണ്ട് ലൈവിൻ്റെ അപ്ഡേറ്റ് ഇങ്ങനെ കുറേ ചാനലുകൾ ഇടുന്നതുകൊണ്ട് കുറച്ച് ആൾക്കാരെങ്ങും എന്താ പറയുക യൂട്യൂബ് കാണുന്ന ആൾക്കാർക്ക് ജിൻഡോൻ്റെ ഈ പെർഫോമൻസ് കാണാനും അറിയാനും സാധിക്കുന്നുണ്ട്. എന്നാലും ഇതൊരു എന്താ പറയുക ഫെയർ ആയിട്ടുള്ള ഒരു തീരുമാനമാണെന്ന് തോന്നിയില്ല. ശ്രീധുവിനെ ഈ ഒരു ചെറിയ ഗെയിമിൽ കിട്ടിയതിൻ്റെ ഇതിൽ ശ്രീധുവിനെ അങ്ങ് എടുത്ത് തലമണ്ടയിൽ വെക്കുന്ന ഒരു എന്താ പറയണ്ട ഒരു ഇതായിപ്പോയി ഇത്. പിന്നെ അപ്പോൾ എന്താ പറയുക ജിൻഡോനെ അടിച്ചമർത്തി അവർ ബിഗ് ബോസിലെ ടീം കാൽക്കുലേറ്റ് ചെയ്യുന്ന ആൾക്കാരെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പല കളികളും ഇപ്രാവശ്യം അങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ജാസ്മിന് കൊടുത്ത ഫേവറേറ്റ്സ് ഒന്നും ഇവിടെ ഒരു കണ്ടസ്റ്റൻസിനും കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ നാറി ഗെയിമൊക്കെ ബിഗ് ബോസ് കളിക്കുന്നത് ആരാ എന്താ പറയുക ടൈറ്റിൽ വിന്നർ ആക്കാനാണോ എന്നൊന്നും അറിയില്ല. പക്ഷെ അഖിൽമാരാറെ പോലെ ജിൻഡോയും എന്താ പറയുക പ്രതിരോധിച്ച് നിൽക്കുമെന്ന് വിചാരിക്കുന്നു. പക്ഷേ അഖിൽമാരാറെയൊക്കെ ഒരു പ്ലേൻ്റെ ഒരു ലെവലിലേക്ക് ജിൻഡോ എത്തിയിട്ടില്ല. അത് ഓക്കെ തന്നെയാണ് കേട്ടോ, അത് സമ്മതിക്കാണ്ടിരിക്കാൻ പറ്റില്ല. അഖിൽമാരാറ് നല്ലൊരു പ്ലെയറാണ്, അങ്ങനെ സാബു ചേട്ടൻ നല്ലൊരു പ്ലെയറായിരുന്നു. പിന്നെ ഇപ്പോൾ ടിക്കറ്റ് ഫിനാലിലെ വോട്ടിംഗ് സ്കോർ നോക്കുമ്പോൾ അഭിഷേകാണ് മുന്നിൽ. പിന്നെ അത് കഴിഞ്ഞാൽ ജിൻഡോ 2 ജിൻഡോയ്ക്ക് വിജയിക്കാൻ പറ്റിയുള്ളൂ. പക്ഷേ ആ 2 3 ഇത് കിട്ടിയിട്ടുണ്ട്. പിന്നെ അഭിഷേകാണ് വോട്ടിംഗ് ലെവലിൽ മുന്നിൽ, പിന്നെ ഉള്ളത് ഋഷിയാണ്, പിന്നെ സായി, അർജുൻ, അങ്ങനെ ഏറ്റവും ലാസ്റ്റ് ഉള്ളത് നോറയും നന്ദനിയാണ് കേട്ടോ. അപ്പം ഇങ്ങനെയാണ് വോട്ടിംഗ് സ്കോറല്ല ടിക്കറ്റ് ഫിനാലിലെ സ്കോറുള്ളത്. അപ്പോൾ അടുത്ത അപ്ഡേറ്റിനായി കാത്തിരിക്കുക. വീണ്ടും കാണുന്നവരെ ടാറ്റ ബൈ ബൈ.